പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ്. ഞാനിപ്പോൾ രമേശോട് ചോദിച്ചു, ഇവിടെ ഇട്ട കോട്ടയിനേക്കാൾ അപ്പുറത്താണ് ഇതിന്റെ വിദ്യാർത്ഥികൾ പോയിരിക്കുന്നത്. അപ്പം സഹകരണം എന്ന് പറഞ്ഞത് പ്രതീക്ഷിച്ചിരിക്കുകയും സങ്കല്പത്തിന്റെയും അപ്പുറത്താണ് ജനങ്ങളുടെ പ്രതികരണം. എത്ര രൂപയാണ് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ? എത്ര ആളുകൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്? ഏതാണ്ട് 8,000-ഓളം ആളുകളാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞതിലും കൂടുതൽ തുക കൈമാറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പല ചലഞ്ചുകളാണ് ജില്ലയിലെ പല അസംബ്ലി കമ്മിറ്റികളും നടക്കുന്നത്. പായസം ചലഞ്ച് നടക്കുന്നുണ്ട്, ബിരിയാണി ചലഞ്ച് നടക്കുന്നുണ്ട്, ചായക്കടകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 35 ലക്ഷം റുപ്യയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൊടുക്കേണ്ടത്. അതിൽ കൂടുതൽ തുക കൈമാറാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷ. ദൃശ്യവും പ്രതികരണവും കണ്ടല്ലോ. കുറച്ച് പഴയതാണ്. പഴയത് എന്ന് വെച്ചാൽ വയനാട് ദുരന്തത്തിന് ശേഷം നടന്ന സംഭവം. യൂത്ത് കോൺഗ്രസിൻ്റെ ബിരിയാണി ചലഞ്ചാണ്. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ച് നൽകിയത് 35 ലക്ഷം രൂപ ശേഖരിക്കണമെന്നാണ്. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ പറയുന്നത് അതിനേക്കാളും ഉപരി പണം ലഭിച്ചിട്ടുണ്ട്. 35 ലക്ഷം രൂപയല്ല, അതിലുപരി പണം ലഭിച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ പണം ലഭിച്ചിട്ടുണ്ട് എന്ന്. 35 ലക്ഷം രൂപ മിനിമം കണക്കാക്കി സംസ്ഥാന നേതൃത്വത്തിന്, സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി എന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വെളിപ്പെടുത്തട്ടെ. ഇങ്ങനെ 14 ജില്ലകളുണ്ട്. 14 ജില്ലകളിൽ കൂടി 10 ലക്ഷം രൂപ ശരാശരി കണക്കാക്കിയാൽ 1,40 ലക്ഷം രൂപ ലഭിക്കണം. 1,40 ലക്ഷം രൂപ യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പണം എത്രയാണ്? 1,05 ലക്ഷം രൂപ മാത്രം. 3-3.5 കോടി രൂപ ഒരു സംശയവും വേണ്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട്. എവിടെ പോയി ആ പണം എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് സോഷ്യൽ മീഡിയയിൽ. പഴയ ദൃശ്യങ്ങളും പഴയ പ്രതികരണങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. 35 ലക്ഷം രൂപ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന തുക കേവലം 70 ലക്ഷത്തോളം രൂപ മാത്രമാണ് മറ്റ് 13 ജില്ലകളിൽ നിന്ന് ശേഖരിച്ചത് എന്നാണോ നാം കരുതേണ്ടത്? അങ്ങനെയായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഒരു സംശയവും വേണ്ട. 3-3.5 കോടി രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് എന്നർത്ഥം. ഇനി ഇതാ മറ്റൊരു വാർത്തയുണ്ട്. പഴയ വാർത്ത തന്നെയാണ്. OJ ജനീഷ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ അധ്യക്ഷനായിരുന്നു. അന്ന് OJ ജനീഷിനെതിരെ ഉയർന്നു വന്ന ഒരു പരാതിയുണ്ട്. DCC മെമ്പറാണ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത്, കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത്. പരാതിയുടെ കോപ്പി പ്രേക്ഷകർക്ക് കാണാം. പഴയ പരാതിയാണ്. എന്തായി അത് സംബന്ധിച്ച് തീരുമാനമെന്ന് ഇതുവരെയും OJ ജനീഷും പറഞ്ഞിട്ടില്ല, യൂത്ത് കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞിട്ടില്ല, KPCCയും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അത് സംബന്ധിച്ച് എന്ത് അന്വേഷണം നടന്നു എന്ന്. എന്താണ് കാര്യം? ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് പിരിച്ചു കിട്ടിയ കൂപ്പൺ ഉപയോഗിച്ചാണ് പിരിച്ചത്. തൃശൂർ ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും 18 ലക്ഷം രൂപ OJ ജനീഷ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നാണ് പരാതി. 18 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത 18 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. വലിയ പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പണം പിന്നീട് കോൺഗ്രസിനകത്ത് അറിയപ്പെട്ടത് നിയമസഹായത്തിലുള്ള തുക എന്ന രൂപത്തിലായിരുന്നു. അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിനു മുമ്പൊക്കെ. അപ്പോൾ കേസുണ്ടായിട്ടുണ്ട്, പോലീസ് ലാത്തിചാർജൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നിയമസഹായം നൽകാൻ, കേസിൽപ്പെട്ടവർക്ക് നിയമസഹായം നൽകുന്നതിന് വേണ്ടി ഈ തുക ഉപയോഗിക്കാൻ മാറ്റിവെച്ചു എന്നാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്തിനു വേണ്ടി പിരിച്ച പണം? വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാൻ പിരിച്ച പണം യൂത്ത് കോൺഗ്രസിന്റെ സംഘടന ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നർത്ഥം. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണം. പാലക്കാട് മത്സരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ചെലവുകൾ നിർവഹിച്ചത് എന്നതാണ് ആരോപണം. ഇതുവരെ നിഷേധിച്ചിട്ടില്ല. 18 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ OJ ജനീഷാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ എത്ര പണം പിരിച്ചു തരൂ എന്ന് പറയാൻ? അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കയ്യിലുള്ളത് 1,05,00,000 അത് KPCCക്ക് കൈമാറി എന്ന് പറഞ്ഞ് OJ ജനീഷ് തടിയൂരിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ചെറിയ കൊള്ളയല്ല,
കോടിക്കണക്കിന് രൂപയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കൊള്ളയടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തബാധിതരുടെ ദുരന്തം വിവരിച്ച് അവരെ സംരക്ഷിക്കും, അവർക്ക് വീട് വെച്ച് നൽകും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നത് ഗുരുതരമായ കുറ്റമാണ്, ചെറിയ കുറ്റമല്ല. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, പഴയത് സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്.